ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ ചേട്ടാ. ഫ്രണ്ട്സ് എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഇങ്ങ് കാസർഗോഡാണ്. കാസർഗോഡ് ഒരു നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരായ വ്യക്തിയുണ്ട്. നമ്മുടെ മറിമായത്തിലൂടെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ വ്യക്തിയുടെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. നമ്മുടെ ഉണ്ണിരാജേട്ടൻ്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. നമ്മളെല്ലാം ഒത്തിരി ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലേക്ക് അങ്ങ് പോകാം. ഓക്കെ, അങ്ങനെ ഇപ്പോൾ കാസർഗോഡാണ്. നമ്മുടെ ഉണ്ണിരാജേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. നമുക്ക് ഇവിടെ അടുത്തെവിടെയാണ്, നമുക്കൊന്ന് ഇവിടെ അടുത്തുള്ളവരോട് ചോദിച്ചു നോക്കാം. എവിടെയാണെന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ അടുത്ത് കുറച്ച് ഏട്ടന്മാരാണ്. നമുക്ക് ഏട്ടന്മാരെ ചോദിച്ചു നോക്കാം. ഉണ്ണി രാജേട്ടൻ്റെ വീട്ടിൽ എവിടെ വരുന്നത്? ഇവിടെ സ്റ്റേജ് എടുക്കുന്ന ഇവിടെ നേരത്തെ തന്നെ അങ്ങോട്ടേക്ക് പോയാൽ നേരെ പോയി സ്റ്റേജ് എടുക്കുന്ന എന്നാ ഞാൻ അങ്ങോട്ട് പോയി നോക്കാം. ആളുണ്ടാവോ? ഇപ്പൊ പോയതുള്ളൂ അല്ലേ? എങ്ങനെ ആളടിപൊളിയാണ്. നല്ല മനുഷ്യല്ല. ഓക്കെ ശരിയാ. ഓക്കെ, താങ്ക് യു കേട്ടോ. ശരി. എവിടെ ഉണ്ണിരാജേട്ടൻ പഠിച്ച എവിടെയാണ് ശരിക്ക്? കോവിൽ സ്കൂൾ അല്ലേ? 1 മുതൽ 7 വരെ അവിടെ പഠിച്ചല്ലേ? ഇവിടെ തന്നെ ഇതിന്റെ അടുത്ത് തന്നെ അല്ലേ? ആ, അത് നമുക്കൊന്ന് കാണിക്കാം. നമുക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ, ശരി കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് നമ്മളെ ഉണ്ണിയാട്ടം പഠിച്ച സ്കൂളിലേക്കൊന്ന് പോയി നോക്കാം. ഉണ്ണിയാട്ടം 7ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളാണ്. നമുക്ക് ആ സ്കൂളിലേക്കൊന്ന് പോവാം. ഓക്കെ, ഇപ്പം എൻ്റെ ബാക്ക് കാണുന്ന കേട്ടോ ആ സ്കൂള്. നമുക്ക് ആ സ്കൂളിൻ്റെ ഉൾവശങ്ങളൊന്ന് കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ 7ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളാണിത്. ഹായ് പറടാ. ഹായ് പറ. ഹായ്. കുറച്ച് മക്കളൊക്കെ ഉണ്ട്. ഹായ്. ഓക്കെ, ഓക്കെ. നമ്മളെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. ഓക്കെ ഹായ്. അപ്പം ഉണ്ണിച്ചേട്ടൻ പഠിച്ച സ്കൂളിലെ കാശ് ഉണ്ണിയേട്ടൻ പഠിച്ച സ്കൂളല്ലേ? 7ാം ക്ലാസ്സിലല്ലേ? എങ്ങനെ ആളിൽ അറിയില്ലേ? നല്ല പരിചയമല്ലേ? അല്ല, ഉണ്ണിയേട്ടൻ അടുത്തറിയുന്ന ആളല്ലേ അല്ലേ? ഉണ്ണിയേട്ടൻ ക്ലോസ് ആണ്. അതെ ക്ലോസ് ആണല്ലേ? ഉണ്ണിയേട്ടനെ പറ്റി ഒന്നും പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പ്രേക്ഷക മുന്നേ സാധാരണക്കാരനാണ്. ഒരു ചാടിയും ഇല്ലാത്ത നല്ലൊരു മനുഷ്യൻ. ഓക്കെ, ഇനി ഉയരങ്ങളിലൊക്കെ എത്തല്ലേ? ഓക്കെ, നമ്മളും അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഓക്കെ ചേച്ചി, താങ്ക് യു കേട്ടോ. വേറെ എന്തെങ്കിലും പറയാം? ഭക്ഷണം കഴിച്ചിട്ട് പോകാലോ, അതേ പറയുള്ളൂ. ചേച്ചി പാത്രങ്ങളൊക്കെ എടുത്തു പോകും. ഓക്കെ, ബായ് പറഞ്ഞു. ഓക്കെ ശരി. അങ്ങനെ നമ്മൾ അങ്ങനെ തേർത്തിട്ട് എത്താറായി. ഇങ്ങനെ ഉണ്ണിരാജൻ മരുമോനെ ഇവിടെ നമ്മുടെ അടുത്തുണ്ട്. എന്താ പേരെന്തായിരുന്നു? വൈഷ്ണവ് അല്ലേ? എന്നാ പഠിക്കുന്നത്? ഡിഗ്രി കഴിഞ്ഞല്ലേ? എന്നാൽ നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോവാം. നമുക്കൊന്ന് വീട്ടിലേക്കൊന്ന് പോവാം. അവർ കൂടെ തന്നെ വരുന്നുണ്ട്. നമുക്കൊന്ന് പോവാം. ഇതല്ലേ? അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ണിയാട്ടൻ്റെ വീട്ടിലെത്തിണ്ട്. ഉണ്ണിയാട്ടൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ ഉണ്ണിയേട്ടാ. ഞാനങ്ങനെ കാണുന്നു പ്രതീക്ഷിച്ചല്ല വന്നത്. ഞാൻ അങ്ങനെ യാദൃശ്ചികമായി കണ്ടു. ഇനി ഉണ്ണിയാട്ടൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കും, പ്രേക്ഷകർക്ക് നമുക്ക് പങ്കുവെക്കും. നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കടക്കാം. ഉണ്ണിയേട്ടാ, സുഖല്ലേ? നമസ്കാരം. കാസർഗോഡിന്റെ ഉണ്ണി. സന്തോഷാണ് നാടിന്റെ ഒരാളായി മാറുക എന്ന് പറയുന്നത് സന്തോഷമാണ്. യാദൃശ്യമായി വന്നതാണ് ഇങ്ങനൊരു ചാനലിലേക്കും സിനിമയിലൊക്കെ യാദൃശ്യമാണ്. ഇനി നമുക്ക് അടുത്ത പരിപാടികൾ കാണാം. എല്ലാം മൊത്തത്തിൽ നമുക്ക് കാണാം. ഇനി അടുത്ത സിനിമ ഏതെങ്കിലും ഏതാണ് ഇപ്പൊ സിനിമ ചെയ്തോണ്ടിരിക്കുന്നത്? മരണമാസം പടം ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ മറിമായ എന്ന് പറയുന്നത് നമ്മുടെ
ഒരു കുഞ്ഞു വേഷം ചെയ്യാൻ വേണ്ടി പോയതാണ്. അത് പിന്നെ വേഷം ചെയ്ത് എന്നുള്ള കഥാപാത്രമായി. പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. എന്തായാലും നമ്മൾ പറയുന്ന നാടൻ ഭാഷയും ശൈലിയൊക്കെ എന്തായാലും അവർക്ക് ഇഷ്ടമാണ്. കലോത്സവ വേദികളായിരുന്നു ഒരുപാട് വർഷം, 10-20 വർഷം കലോത്സവ നാടകം സ്കിറ്റൊക്കെ പഠിപ്പിക്കുന്ന ഒരു പരിശീലകനായിരുന്നു. അപ്പോ പിന്നെ പെയിന്റിംഗ് പണി, നാടൻ പണി, അങ്ങനെ ഒരുപാട് പണിയെടുത്തും കലോത്സവം ഒക്കെ നടന്ന കാലം. അങ്ങനെ ഒരു 5-6-7-8 വർഷമായി മറിമായത്തില് സ്ഥിരമായിട്ട് ചെയ്യുന്നത് ഒരു വേഷം. അത് പിന്നെ നാട്ടിൻപുറത്തെ അധികം വേഷം വരുന്നത് കഥാപാത്രം എഴുതുന്ന സ്ക്രിപ്റ്റ് റൈറ്ററായാലും അങ്ങനത്തെ കുറെ ക്യാരക്ടർ ചെയ്തു. കാരണം നമ്മളെ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും, അങ്ങനെയുള്ള അപ്പരസ് പരിപാടിയൊക്കെ മനസ്സിലാവുന്നതായിരിക്കും. അപ്പൊ എന്തായാലും മറിമായത്തിന് എന്ന് പറയുന്നത് പിന്നെ പല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വേഷം ചെയ്തിട്ടുണ്ട്. അപ്പൊ നാട്ടിൻപുറത്തെ പല വേഷങ്ങളും ആൾക്കാർ പലതും വിളിക്കുന്നത് നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനത്തെ ഒരാളെന്നൊക്കെ പറയും. അപ്പൊ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ചെയ്യുന്നത് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് പറയുന്നത് സന്തോഷമാണ്. പെണ്ണ് കിട്ടാത്ത വിഷമത്തിന് എനിക്ക് ഭയങ്കര ഭയങ്കര. അത് എല്ലാ കല്യാണം കഴിക്കാത്തവരും ഏറ്റെടുത്തൊരു വീഡിയോ ഉണ്ട്. കള്ളു കുടിക്കുന്നവന് പെണ്ണ്, പിന്നെ കഞ്ചാവ് പിടിക്കുന്നവര് പെണ്ണ്, പെണ്ണ് പിടിക്കുന്നവന് പെണ്ണ് പിടിക്കുന്നത് എന്തിനാ പെണ്ണ്, അത് അങ്ങനെയൊക്കെ പറഞ്ഞ ചില തമാശകള് അവർ ഏറ്റെടുക്കും. അപ്പോ അങ്ങനെയൊക്കെ സംഭവം. അതുകൊണ്ട് ഇപ്പോഴും എപ്പോഴും അറിയപ്പെടുന്ന ഉണ്ണിയാടെന്നുള്ളത് അറിയപ്പെടുന്ന മറിമായ ഉണ്ണി എന്നാണ് എല്ലാവർക്കും അറിയുന്നത്. നമ്മളെ ഏത് നാട്ടിലും ഏത് മൂലക്ക് നിന്നാലും ഓടി വരും. ചെറിയ കുട്ടി പോലും നമ്മളെ പിടിച്ച് കൈതട്ടി ഉണ്ണിമാമ വിളിക്കും. അവരെ പ്രായം ഒരിക്കലും നമ്മളെ അറിയാം. ചിലപ്പോ നമ്മൾ കുറച്ച് 10-100 പടത്തിൽ അഭിനയിച്ചാൽ ചിലപ്പോ നമ്മളെ ഐഡന്റിറ്റി ആവണമെന്നില്ല. ചിലപ്പോ നല്ല ക്യാരക്ടർ ചെയ്യണം, ചെറിയ വേഷം ചെയ്താൽ കുറച്ച് പണിയാണ്. പക്ഷെ മറിമായ അങ്ങനല്ല. അതില് ഇൻസ്റ്റാഗ്രാമാലും ഫേസ്ബുക്കാലും സ്റ്റാറ്റസ് വീഡിയോ ഒക്കെ അങ്ങനെ വരും. അത് നമുക്ക് ഭയങ്കര ഗുണം ചെയ്യും. ആൾക്കാരെ കൂടുതൽ കാണും. പ്രവാസികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രവാസികളൊക്കെ മറിമായ കണ്ടിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് പറയും. അല്ലെങ്കിൽ മുമ്പില് ഈ സാധനം ഓൺ ചെയ്തിട്ടാണ് അവരെ ഭക്ഷണം കഴിക്കും നോക്കിക്കൊണ്ടിരിക്കുന്ന അവർ പറയുന്നത്. അങ്ങനെ കുറച്ച് പുറത്തൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, നമ്മളൊക്കെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. മഴയത്തോണ്ട് അല്ല മനോരമ നമുക്കതൊരു ഒരു കരുതൽ. അതിനോട് തന്നെയാണ് നമുക്ക് അത് പല രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റിയതും, അല്ലെങ്കിൽ ആൾക്കാരടിയിലൊക്കെ ഇങ്ങനെ ഒരു ജനകീയമാവാൻ പറ്റിയതും, അല്ലെ അവരൊക്കെ നമ്മളെ തിരിച്ചറിയാൻ പറ്റിയതൊക്കെ മനോരമ. 25 വർഷം കലോത്സവ വേദികൾ ഉണ്ടായിരുന്നു. പഠിപ്പിക്കലുണ്ടായിരുന്നു വർഷങ്ങളോളം. ആ ഒരു കാലം കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ കയറി വരുമ്പോ ആ പഠിപ്പിച്ച ഒരുപാട് ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ പ്രായമായി, അവർക്കൊക്കെ നമ്മളെ വയസ്സായി. അവർക്ക് പണ്ട് 16 വയസ്സിന് 17 വയസ്സ് പഠിപ്പിച്ചു കൊടുത്ത 20 വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഉണ്ടാവുന്ന അവരെ മാറ്റങ്ങള്, അവരെ കുട്ടികളൊക്കെ ആയിട്ട് പലതും വിളിക്കും. പലപ്പോ കാണാൻ വന്നിട്ടുണ്ട് ഈ വീട്ടിലേക്ക്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര ഊർജ്ജമാണ്. പല സ്ഥലത്തേക്ക് അവരെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറയുന്നത്. വലിയ മുതിർന്ന കുട്ടികളൊക്കെ ആൾക്കാരാ. അപ്പൊ നമ്മളന്ന് ആ ഒരു യാത്ര നമുക്ക് എപ്പോഴും ഊർജ്ജമാണ്. അല്ലെങ്കിൽ കലോത്സവം നമുക്ക് അതൊരു ഭയങ്കര ബലമുണ്ട്. അല്ലെങ്കിൽ പല സ്കൂളിലും പോയി പഠിപ്പിക്കുന്നതിന്റെ ഒരു ഊർജ്ജമുണ്ട് കുട്ടികളുടെ നിന്ന് കിട്ടിയേ. അതൊക്കെയാണ് അക്കാഡമിക്. എല്ലാവരും പ്രത്യേക അക്കാഡമിക് വിരുദ്ധമൊന്നുമില്ല. മറിമായ ടീമിന്റെ കൂടെ ഒരു കുടുംബമാണ്. കുടുംബത്തിന്റെ കൂടെ കൂടുമ്പോഴാണ് നമ്മള് നടനായത്. അങ്ങനെ ഉണ്ടല്ലോ, ചില സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ നമുക്കും കൂടി അതിന്റെ ഒരു പോസിറ്റീവ് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാതിരിക്കേണ്ടത്, പിന്നെ അഭിനയത്തിന് എന്നും നമുക്ക് മനസ്സിലാക്കി തന്നത് മറിമായ ടീമാണ്. അവരെ കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് എനർജറ്റിക്. നമ്മൾ ഇതൊക്കെയാണ് ആക്ടിങ്ങിന്റെ പല തലങ്ങളും പഠിച്ചതൊക്കെ എന്റെ അക്കാഡമിക്കാണ് അവര്. അങ്ങനെയുണ്ടല്ലോ, നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മറിമായ ടീം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പിന്നെ വേറെ മറിമായത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ വേറെ പിന്നെ ഇനി അടുത്ത എത്ര പ്രോജക്റ്റ് ഉണ്ട് ടോട്ടലി? ഇനി എത്ര ഉണ്ട് ഇനി വരുന്നത് പുതിയ സിനിമകൾ? ആരതൊക്കെ? സിനിമ 99 എക്സാക്ഷിയിലാണ് വന്നത്. സ്റ്റാർട്ടിങ് അതിലൊരു കുഞ്ഞു വേഷം ചെയ്തു. കവി രാജേഷ് അമ്പലത്തറ. സാർ ഞാൻ കവിയാണ് രാജേഷ് അമ്പലത്തറ എന്ന് പറഞ്ഞൊരു ഭയങ്കര ചെറിയ വേഷമാണ്. ഒരു 3 മിനിറ്റേ ഇല്ലു. പക്ഷെ 3 മിനിറ്റ് ആണെങ്കിലും അത് പ്രേക്ഷകർക്ക് ഇപ്പോഴും ഏറ്റെടുത്തവരൊക്കെ അതിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു. ആ വേഷത്തിന് ഓഡീഷന് പോയതാണ്. ആദ്യമായിട്ട് ഒരു ഓഡീഷന് പോയതാണ്. പിന്നെ പോണ്ടി വന്നിട്ടില്ല. അങ്ങനെയല്ല, ഒരുപാട് സിനിമകൾ അതിന് ശേഷം
നമ്മുടെ 10-70 സിനിമകൾ ചെയ്യാൻ പറ്റി. അങ്ങനെ വന്നാണ് സിനിമയിലേക്ക് തന്നെ. തൊട്ടിമുൽ ദിക്സാക്ഷി മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം കൂടെ. ദിനേശ് പോത്തൻ സാറിന്റെ ഒരു പടം അല്ലേ. അപ്പൊ അതുപോലെ KT സുധാകരനാണ് ആരിങ്ങനെ ഓഡിഷന് വരണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് പോയത്. അങ്ങനെ പോയി ഞാൻ പുതിയ തലമുറയോടും പറയുന്നത് ഓഡിഷനിൽ പോയി നമ്മളെ കഴിവുണ്ടൊക്കെ എന്തായാലും സ്പേസ് എത്തും ഒരു സത്യമാണ്. നമുക്കിപ്പം വലിയ സ്പേസ് ഒന്നും അല്ലെങ്കിലും സിനിമയിലും സീരിയലിലും ഒക്കെ ചെയ്യാൻ പറ്റിയത് ഭാഗ്യമാണ്, കലാകാരന്റെ നേരിൽ ഭാഗ്യമാണ്. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്തത് സിനിമയിൽ അഭിനയിക്കുമെന്ന് പ്രതീക്ഷിച്ച കുഞ്ഞുനാളിലെ സിനിമക്ക് പോകും, അല്ലെങ്കിൽ സിനിമ തന്നെയാണ്. അപ്പൊ അച്ഛനും അമ്മയും പണ്ട് സിനിമ കൂട്ടിക്കൊണ്ടുപോകും. സെക്കൻഡ് ഷോക്ക് ജയന്റെ നസീറിന്റെ തുടക്കം. പിന്നെ നമ്മ മുതിർന്നപ്പോ നമ്മ പ്രീഡിഗ്രി പഠിക്കുമ്പോൾ നമ്മൾ തന്നെ കാഞ്ഞങ്ങാട് പോകും, കൈലാസിൽ പോകും, വിനായകരിൽ പോകും, ദീപ്തിയിൽ പോകും. അങ്ങനെ പോയി സിനിമ കണ്ടുവരും. റിലീസ് പടം ഓണത്തിന്റെ സമയമില്ലാന്ന്. ഓണത്തിന്റെ ടൈമിലൊക്കെ നമ്മള് ഓണം എന്ന് നമുക്കറിയില്ല. ആ ദിവസം നമ്മുടെ സിനിമാ തിയേറ്ററിലുണ്ടാവില്ല, റിലീസ് പടം ഉണ്ടാവും. അത് മമ്മൂട്ടി മോഹൻലാൽ. അപ്പൊ ഇപ്പുറത്തെ കണ്ടിട്ട് നേരെ കയറ്റി അപ്പുറം കാണും. എന്റെ നാട്ടിലെത്തിട്ട് ചെറുതിൽ പാക്കനാളെ പോയിട്ട് ഒരു സിനിമ കൂടെ കണ്ടുപോകുന്ന ചരിത്രം. ഈ പാക്കാർ തിയേറ്ററാണ് നമ്മളെ തുടക്കം. അപ്പൊ അങ്ങനെയുണ്ടല്ലോ, പാക്കാർ തിയേറ്ററിനാണ് നമ്മൾ സിനിമ കാണുന്നത്. അതേ അതേ തിയേറ്റർ നമ്മളെ സിനിമ കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം. നമ്മള് കണ്ട് സിനിമാ തിയേറ്ററാണ് നമ്മൾ സിനിമ കാണിക്കുന്നത്. ഇപ്പം അടുപ്പിച്ച് 2-3 സിനിമകൾ തുടർച്ചയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അതിന്റെ ഓണർ ഉഗ്രേട്ടനും പറയും. അങ്ങനെ ഉണ്ടല്ലോ നമ്മളെ അതൊക്കെ നമുക്ക് ഭയങ്കര കലാകാരൻ എന്ന രീതിയിൽ ഭയങ്കര ഊർജ്ജമാണ്. എന്തായാലും സന്തോഷം. ഇങ്ങനെ ഒരു യാത്രയിൽ നിങ്ങളെ കൂടെ നിൽക്കുന്നത് തന്നെയാണ് ഏറെ സന്തോഷം. ധ്യാൻ അജൂർഗീസ് ഒക്കെ ചെയ്തേ. പിന്നെ അത് നല്ല വേഷം, ആദ്യാവസാനം ചെയ്തേ നല്ല വേഷം ചെയ്യാം. പിന്നെ അതുപോലെ വയസ്സത്ര 33 തൊട്ട് വേഷം ചെയ്തു, കുട്ടപുരാണത്തെ തൊട്ട് വേഷം ചെയ്തു. പിന്നെ ഞാൻ തന്നെ ഒരു പ്രധാന വേഷം ചെയ്ത ഒരു സിനിമ വരാനുണ്ട്. അങ്ങനെ കുറെ കമൽ സാറിന്റെ പ്രണയം മീനുകൂടെ കടൽ അല്ല മുന്നിലുള്ള വേഷമാണ് ചെയ്തത്. അങ്ങനെ കുറെ മുന്നിലുള്ള വേഷം ചെയ്യാൻ സിനിമയിൽ തന്നെ പറ്റിയിട്ടുണ്ട്. പിന്നെ പഠിത്തകാലം ആദ്യം എങ്ങനെയാ നാടകത്തിൽ ആദ്യം മുതൽ വന്നിരുന്നോ നമ്മള്? എത്ര വയസ്സ് നാടകത്തിൽ വന്നാൽ ശരിക്കും? 20 കൊല്ലം തുടർച്ചയായി സംസ്ഥാന തലത്തിൽ 20 കൊല്ലം സമ്മാനമായി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് പഠിച്ചിട്ട് നമുക്ക് സബ് ജില്ലൊക്കെ പങ്കെടുക്കണം ആഗ്രഹം നമുക്കൊന്നും പറ്റിയില്ല. ഞാൻ സംവിധാനം ചെയ്ത് സബ് ജില്ല, സ്റ്റേറ്റ് 20 കൊല്ലാണ് തുടർച്ചയായിട്ട്. ഒരു ഗ്യാപ്പില്ല. അല്ല ആദ്യമേ ആഗ്രഹം ഉണ്ടായിട്ടില്ല ഒരു നടനാവണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായില്ലോ, ഒരു അച്ചീവ്മെന്റ്. അതിപ്പം കുറച്ച് പൂർത്തിയായല്ലോ, കുറെ ഭാഗം നമുക്ക് നടനാവും നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ സിനിമ നടനാവും ആഗ്രഹിച്ചില്ല. അത് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒരിക്കൽ സ്വപ്നത്തിലില്ല. അങ്ങനെ നമ്മളെ സ്വപ്നം കാണല്ലേ. ഞാൻ അങ്ങനത്തെ സ്വപ്നം നിനക്കില്ല. അങ്ങനെ സിനിമാ നടനാവണമെന്നൊന്നും ഇഷ്ടമില്ലായിട്ടല്ല. നമ്മൾ ആടെ എത്തൂലെന്നില്ല സംഭവം. അങ്ങനെ ഒരിക്കലും ആ ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ കാണാൻ പോയില്ല. ഞാൻ അഭിനയിക്കുന്ന സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് ഷൂട്ടിംഗ് കാണുന്നത്. ഞാൻ രഞ്ജിത് സാറിന്റെ സിനിമയാണ് ഷൂട്ടിംഗ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഒരുപാട് സിനിമകൾ അതിന് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു അതിന് മുമ്പ് തന്നെ ഉണ്ടായത്. പക്ഷെ ഞാൻ കണ്ടില്ല, ഞാൻ പോയില്ല. ഞാൻ അഭിനയിക്കുന്ന സിനിമയാണ് ആദ്യം ഷൂട്ടിംഗ് കാണുന്നത്. അത് ഒരിക്കലും എന്തുകൊണ്ട് വെച്ചാല് ഇഷ്ടമില്ലായിട്ടല്ല, ഇഷ്ടമാണ് സിനിമ, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല നമ്മളൊരു സിനിമയെ. ഇപ്പൊ വലിയ നടന്മാരെ സംവിധായകന്മാരെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര കമൽ സാറ്, ദിനേശ് പോത്തൻ, പിന്നെ റോഷൻ ആൻഡ്രൂസ്, പിന്നെ മോഹൻ സാർ, അങ്ങനെ ഒരുപാട് സിനിമ സംവിധായകന്മാർ. അവരെ പുതിയ തലമുറയിലെ തന്മൂർത്തി സാറിന്റെ, അഖിലേഷ് ഏട്ടൻ, ജാവ, അങ്ങനെ കുറെ സിനിമകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മളൊക്കെ കാസ്റ്റ് ചെയ്യുന്നു. അത് നമുക്കാണ് വേഷം തൊട്ട് വരുന്ന അത്ഭുത. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ അവർക്ക് ഓക്കെയാണ്. നമ്മളെ നമുക്ക് ഓക്കെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവര് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഓക്കെയാണ്. ചില മണ്ടത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി പറഞ്ഞ ഓക്കെ ആവുന്നൊക്കെ പറയണ്ടേ. അത് ലോജിക്കൊന്നും നോക്കണ്ട. അല്ല കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോമഡി എന്ന് വെച്ചാൽ ആദ്യം ചിരിക്കാം, പിന്നെ നമുക്ക് അതിൽ ചിന്തിച്ച് അങ്ങനത്തെ ഒരു കോമഡിയാണ്. ഉണ്ണിയാട്ടെന്ന് ആ ഒരു മറിമായത്തിൽ ഉണ്ണി ഭയങ്കര എനിക്ക് ഭയങ്കര ഒരുപാട് വരുന്നുണ്ട്. എനിക്ക് ആദ്യമേ കാണാൻ ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു. ഇപ്പൊ ഞാൻ കണ്ട് വളരെ സന്തോഷം. തീർച്ചയായും ഒരുപാട് കഷ്ടപ്പാടും പരിപാടിയും നാടൻ പണി. ജോലി എന്തായിരുന്നു? അത് ജോലി പെയിന്റിംഗ് പണി, നാടൻ പണിയൊക്കെ എടുത്തോണ്ടിരുന്ന കാലത്ത് ഗവൺമെന്റ് പണികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ തുടരാൻ പറ്റിയില്ല. ഈ
ഫീൽഡ് ഞാൻ കൃത്യത നോക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ മാറി നിൽക്കേണ്ടി വരും. നമുക്ക് അത് രണ്ടും കൂടി പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കലാകാരനായിട്ട് തന്നെയാണ്. അദ്ദേഹത്തെ ജീവൻ സ്നേഹിക്കുന്നത് അത് മുന്നോട്ട് കൊണ്ടുപോവുക ഏറ്റവും നന്നായിട്ട്. അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ 2 വർഷം മുമ്പേ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും മികച്ച ഹാസ്യതാര സംസ്ഥാന സർക്കാരിന്റെ മികച്ച പുരസ്കാരം. അത് അഭിമാനമാണ്, അഭിമാനമല്ല. ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ മേടിക്കുന്നത് നടരാവണം ഞാൻ സ്വപ്നം കണ്ടില്ല. സ്റ്റേറ്റ് അവാർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഭാഗ്യം ചിന്തിക്കില്ല. കാരണം അവാർഡിന് മാത്രം ഞാൻ ആരും നിനക്കറിയില്ല. പക്ഷെ എന്റെ അതൊരു അംഗീകാരമാണല്ലോ. അത് നമുക്ക് നമ്മുടെ അഭിനയത്തിന് തരുന്ന ഒരു അംഗീകാരം. തീർച്ചയായും നല്ല മത്സരമായിരുന്നു. അത് ഉണ്ണിയായിട്ട് ഇപ്പൊ പറയുന്നതന്നെ നമ്മൾ വലിയ നടനല്ലാന്ന് പറയുന്നത് അത് ഉണ്ണിയായിട്ട് വലിയൊരാളാവുകയും അത് വലിയൊരാളാവുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ ഇതിലേക്ക് സമൂഹത്തിൽ വലിയ ആളാവുന്നു. നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു നടന്ന് വെച്ചാൽ ഞാൻ വലിയ ആളാന്ന് പറയുമ്പോൾ അതൊരു ഇതല്ലല്ലോ. എല്ലാം തിരിഞ്ഞ ആൾക്കാരില്ല. മുന്നോട്ട് പറയുന്നതാണ് ഭയങ്കര സന്തോഷം തോന്നിപ്പോയി. കാരണം അത് അവാർഡ് പ്രഖ്യാപിച്ച് നമ്മളെ സ്വപ്നത്തിൽ വിചാരിക്കാത്തൊരു കാര്യമാണ്. ഗവൺമെന്റ് അവാർഡാണ്, സ്റ്റേറ്റ് അവാർഡാണ്. ഇപ്പൊ കലാമണി പുരസ്കാരമുണ്ട്, ബോംബെയിൽ പോകാറുണ്ട് 22-ന്. പിന്നെ അതുപോലെ ഒരുപാട് മറ്റുള്ള പുരസ്കാരം പല സ്ഥലത്തും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മള് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ടൂറിനൊന്നും പോയിട്ടാ, പൈസ ഇല്ലാത്തതുകൊണ്ട് ഒന്നുമില്ല. അങ്ങനെ ചിന്തിച്ച ഇപ്പം 3-4 രാജ്യങ്ങൾ 3 രാജ്യങ്ങൾ പോയി. ഇനിയിപ്പം ഈ ഓണത്തിന് പോകാനുണ്ട്, അല്ലെ ഒക്ടോബറിൽ പോകാനുണ്ട്, ഡിസംബറിൽ പോകാനുണ്ട്. അതൊക്കെ നമ്മളെ മറുഭാഗത്തിലെ ഉണ്ണീനെ അവർക്ക് വേണം. അങ്ങനെ പോയി പ്രവാസികള് നെഞ്ചോട് ചേർക്കുന്നവരാണ്. ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ. അവരുടെ സ്നേഹമില്ല അവരാ. ഞാൻ 2 തവണ പോകുമ്പോഴാണ് അടുത്ത കാര്യങ്ങൾ മനസ്സിലായത്. എന്തൊരു ഇഷ്ടമാണ്, എന്തൊരു സ്നേഹമില്ല മനുഷ്യന്മാരാണ്. അപ്പൊ അവര് നമ്മുടെ ഏറ്റവും സ്നേഹിക്കുന്നവരാ. അല്ല, ഇവിടെ എത്ര പഠിച്ച 7 വരെയാന്ന് പറയും. പഠിച്ച 7 വരെ ഇവിടെ പഠിച്ച ഇവിടെ സ്കൂളിൽ പഠിച്ച് 7 വരെ. പിന്നെ കുട്ടവത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അടുത്തടുത്താ. പിന്നെ പ്രീ ഡിഗ്രി മാത്രം നീലേശ്വരം പോയി 2 വർഷം പഠിച്ചു. പിന്നെ നീലേശ്വർ സ്കൂൾ കോളേജ് പ്രീ ഡിഗ്രി പഠിച്ചു. അതിന് പിന്നെ ഇതിനെ കൂടെ പിന്നെ 10ാം ക്ലാസ് കഴിയുമ്പോൾ പണിയെടുക്കാൻ തുടങ്ങി. നമുക്ക് അവാർഡും കാര്യങ്ങളും ട്രോഫിയും കാര്യങ്ങളും കാണാൻ പറ്റും. അവാർഡിന്റെ ഫലങ്ങൾ ഒരു 1000-700 ഉണ്ട്. പക്ഷെ എല്ലാം വീട് ചേഞ്ചാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എല്ലാം കൂട്ടി ഒന്നിച്ചിട്ടിട്ടല്ല, എല്ലാം വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ചുമരിലൊക്കെ ആക്കണം. അതിന്റെ സംവിധാനം ആയില്ല. നടന്നുകൊണ്ടിരിക്കുന്ന പണി മെല്ലെ എടുക്കും. ചെറിയ വീടുണ്ടായത് കുറച്ച് മാറ്റം വരുത്തി. അപ്പൊ അതെല്ലാം ഏതൊരു വർക്കേരിയുടെ മൂലക്കിട്ടിട്ടുണ്ട്. അത് കാണാതിരിക്കുന്നതാണ് നല്ലത്. അല്ല, എന്നാലും നമുക്കൊന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. അത് അറിയാലോ, പ്രേക്ഷകർക്ക് മനസ്സിലാവും. എന്നുവെച്ചാൽ പണി നടക്കുന്ന വീടാണ്, അങ്ങനെ ആയിരിക്കും പ്രേക്ഷകർക്ക് മനസ്സിലാവും. അതായത് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. നമുക്ക് ഇതുവരെ വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ട്രോഫി ഇതല്ലേ നമുക്ക് കുറച്ച് കിട്ടിയ. ഓക്കെ, പ്രേംനസീർ സാംസ്കാരിക അത് കുഴപ്പമില്ല. സ്നേഹാദരം അടുത്തത് ഉണ്ണേട്ടാ ഉള്ളില് അത് ഞാൻ ക്ലിയർ ആക്കി ഇട്ടോളൂ. ആ വിഷയമൊന്നുമില്ല. പ്രൊജക്ട് ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയ സിനിമ ഇപ്പം മരണമാസമുള്ള ടൊവിനോ പ്രൊഡക്ഷൻസിന്റെ ബേസി ജോസഫ് നായകനായ സിനിമയാണ്. അതൊരു നല്ല വേഷമാണ് ചെയ്തത്. പറഞ്ഞോ അത് കാണാൻ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അതിപ്പോ അതിന്റെ വേറെ കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല. അതൊരു വേഷം ഇപ്പൊ കുറച്ച് ദിവസം ചെയ്യുന്നതിന് കുറച്ച് ദിവസം കൂടി ഉണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നുണ്ട്. കലാകാരനല്ലേ, പല സിനിമ പരസ്യം ചെയ്യും, അങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടല്ലേ യാത്ര ചെയ്യുന്നത്. അത്ര. അതെ അതെ. അതുപോലെ ബൈ. ഓക്കെ, നമ്മളെ പോവാം. ഓക്കെ എല്ലാവരും. ഓക്കെ, താങ്ക് യു. ഇത്രയും നമ്മൾ സഹകരിച്ചതിന് വളരെ നന്ദി. ഓക്കെ, താങ്ക് യു കേട്ടോ. ശരി. അപ്പോൾ ഞാനിപ്പം വരുന്ന വഴിയാണ്. ഉണ്ണിയേട്ടനെ കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. വളരെ സന്തോഷമുണ്ട്. ഉണ്ണിയേട്ടനെ നല്ല കണ്ടു കാര്യങ്ങളൊക്കെ സംസാരിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെടാം. ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് കുത്തി പൊട്ടിച്ചു കേട്ടോ. എന്നാലേ എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പുതിയൊരു വീഡിയോ, നല്ലൊരു വീഡിയോ ആയി കാത്തിരിക്കുമ്പോഴേക്കും. ഓക്കെ, ബൈ.